ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നത് ശരിയല്ല. ശശി തരൂരിനെ ലക്ഷ്യമിട്ട് ജി സുധാകരൻ. ആദ്യകാലത്തെ പോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനപിന്തുണയുണ്ടോ എന്ന് വിലയിരുത്തണമെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. വർഗീയ പാർട്ടികൾക്ക് പിറകെ ഒരു വിഭാഗം ജനം പോകാനുണ്ടായ സാഹചര്യം പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ സമീപനത്തിനെതിരെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് ശശി തരൂരിനെ ലക്ഷ്യമിട്ട് സുധാകരൻ പറഞ്ഞു. നെഹ്റു സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ആ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മാനവികത നടപ്പാക്കാതിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റില്ല. ഐക്യരാഷ്ട്ര സംഘടനയിൽ ജോലി ചെയ്തെന്ന കാരണം കൊണ്ട് ഒരാൾ രാഷ്ട്രതന്ത്രജ്ഞനാകില്ല. അങ്ങനെയുള്ളവരെ ഉദ്യോഗസ്ഥരെന്നാണ് വിളിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന പ്രചരണം ശരിയല്ലെന്നും ഒരാളുടെ രാഷ്ട്രീയം പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. താനും ഹസനും തമ്മിൽ സംസാരിച്ചാൽ ഉടൻ താൻ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ധരിക്കരുത്. തങ്ങളുടെ സെമിനാറിന് ഹസൻ വന്നാൽ ഉടൻ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആകുമോ? മുമ്പ് താൻ BJPയിലേക്ക് പോകുമെന്നായിരുന്നു പ്രചരണമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം കോൺഗ്രസിന്റെ കേരളത്തിലെ ഔദ്യോഗിക നേതൃത്വം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുമായി താൻ മുന്നോട്ടു പോകുമെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. അമ്പലപ്പുഴയിലോ കായംകുളത്തോ സുധാകരൻ CPM വിമതനായി മത്സരിക്കുമെന്ന് കരുതുന്ന CPMകാർ ഏറെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്തരം പ്രസ്താവനകളുടെ പ്രസക്തി കൂടുന്നത്. നെഹ്റു സെന്റർ അവാർഡ് സുധാകരന് നൽകുന്നതും ആ വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനപിന്തുണയിൽ സംശയം ഉയർത്തുന്നതുമെല്ലാം സുധാകരന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ സൂചനയായി പലരും കാണുന്നുണ്ട്.